പണി കിട്ടി. എല്ലാം കൂടി കത്തുമെന്ന് തോന്നിയെന്ന്. പറന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ വേണ്ടിയത് 4 ഇതുപോലത്തെ കളർ പേപ്പറുകളാണ്. ഇനി 2 കളർ പേപ്പർ നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ നന്നായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. എയർ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം നമ്മൾ അതിനകത്ത് ഫെവിക്കോൾ തേക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ 3 ഷീറ്റും കൂടി ഒട്ടിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 എഡ്ജും കൂടി നമ്മൾ ഇതേപോലെ ഒട്ടിച്ചും കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു സിലിണ്ടർ ഷേപ്പിൽ നമുക്ക് സംഭവം കിട്ടുന്നതാണ്. ഇനി ബാക്കിയുള്ള ആ ഒരു പീസിൽ നിന്ന് നമ്മൾ ഇതേപോലെ വട്ടത്തിലൊരു പീസ് മുറിച്ചെടുക്കുകയാണ്. ആ ഒരു പീസ് നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണം ഗൈസ് ഇതിനകത്ത് മെയിൻ സംഭവം നമുക്ക് നോക്കാനുള്ള, അല്ലെങ്കിൽ സാധനം ഫ്ലോപ്പ് ആയി പോകും. ഇവിടെ നമ്മൾ കുറച്ച് ഈർക്കിലെടുത്തിട്ടുണ്ട്. ഈ ഈർക്കിൽ നമ്മൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് കൊച്ചു കെട്ടുകമ്പി വെച്ച് കെട്ടി നമ്മൾ സർക്കിളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഈ റിങ് നമ്മൾ ഇതേപോലെ ഇതിനകത്ത് ഒട്ടിച്ചും കൊടുക്കുകയാണ്. ഇനിയുമാണ് ഇതിന്റെ മെയിൻ പാർട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇതിന്റെ ഫ്യൂവലാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ മെഴുക് കുറച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇനി കുറച്ച് കളർ പേപ്പർ നമ്മൾ ഇതേപോലെ മടക്കി ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂൽ റെഡി ആവും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടിയിട്ട് ഇതേപോലെ തൂക്കിയും കൊടുത്താൽ മതി. നമ്മൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്തപ്പോൾ സംഭവം ഫ്ലോപ്പ് ആയി പോയി. കാരണം ഫ്യൂവലിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്ത തവണ ഒരു പീസ് മെഴുകുതിരി മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഫ്യൂവൽ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം കത്തിച്ച് വെച്ചതിന് ശേഷമാണ് അതിന് വിട്ടത്.